Hi everyone, welcome back to my channel. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്ന ഒരു ബ്യൂട്ടി റിലേറ്റഡ് വീഡിയോ ആണ്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ എന്റെ പേര് സൗമ്യ. നമ്മുടെ വീഡിയോസ് ഒക്കെ കണ്ടു നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്തായിരിക്കും, നിങ്ങൾ തമ്പനയിൽ കണ്ടിട്ടായിരിക്കും കുറച്ചേരെങ്കിലും കാണുന്നത്. സോ കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നുമില്ല, നമുക്ക് വീഡിയോ ഫുള്ള് കാണാം. അപ്പോൾ എന്തായാലും ഒരു കാര്യം പറയാം, ഇതാണ് എന്റെ ഫൈനൽ ലുക്ക്, നമ്മുടെ ഹെയറിന്റെ ഫൈനൽ ലുക്ക് ഇതാണ്. സ്മൂത്ത് ആൻഡ് സിൽക്കി ടെക്സ്ചർ ആയിട്ടുണ്ട്, നല്ല വളരെ സ്മൂത്ത് ആയിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത്, ഞാൻ എന്റെ മുടിക്ക് വേണ്ടിയിട്ട് ഒരു കെരാറ്റിൻ ട്രീറ്റ്മെന്റ് ചെയ്തായിരുന്നു. അപ്പൊ എന്റെ ഒരു എക്സ്പീരിയൻസ് ആണ്, എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്നും അതിന്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണെന്ന് കാണിക്കുന്നത്. പിന്നെ ഇതിന്റെ സൈഡ് എഫക്ട്സ് ഒക്കെ പറയാറായിട്ടില്ല, ഇപ്പൊ ചെയ്തിട്ട് അധികം ആയിട്ടില്ല. സോ ആഫ്റ്റർ മന്ത് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ, സൈഡ് എഫക്ട്സ് ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെ അതിന്റെ ഒരു വീഡിയോ ചെയ്യാം. സോ ഇപ്പോഴത്തെ സ്ഥിതിയില് ഒരു കുഴപ്പമില്ല. എന്തായാലും കൂടുതൽ ഞാൻ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോ കാണാം. അതിൽ എങ്ങനെയാണ് കെരാറ്റിൻ ചെയ്യുന്നതെന്നും അതുപോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഒക്കെ അതിന്റെ പ്രോസസ്സൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുപോലെ വീട്ടിൽ കെരാറ്റിൻ ട്രീറ്റ്മെന്റ് ചെയ്യുന്നവരുണ്ട്. അപ്പം അങ്ങനെയുള്ളവർ ഒരുപാട് ശ്രദ്ധിക്കുക, വീട്ടിൽ കെരാറ്റിൻ ചെയ്യുന്നവർ. അതുപോലെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർ അല്ലെങ്കിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വേറെ ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ ട്രൈ ചെയ്യാവുള്ളൂ. കാരണം എന്താ പറയാ, നമുക്ക് ചിലർക്കൊക്കെ ബേണിംഗ് സെൻസേഷൻ ഉണ്ടാകാറുണ്ട്, കണ്ണിനൊക്കെ നമുക്കൊരു ബേണിംഗ് സെൻസേഷൻ വരും. അതുപോലെ ചിലർക്ക് ഇതിന്റെ ആ ഒരു സ്മെല്ല് ഭയങ്കര എന്താ ഒരു ബുദ്ധിമുട്ട്, ബ്രീത്തിങ് പ്രോബ്ലം ഒക്കെ ചിലർക്ക്, വളരെ റെയറാണ്, ചിലർക്ക് ഉണ്ടാക്കാറുണ്ട്. പക്ഷെ എനിക്ക് വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റി. എന്തായാലും ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് മാജിക് ഹാൻഡ്സ് എന്ന് പറയുന്ന ബ്യൂട്ടി സലൂണിലാണ്, ഭോപ്പാലിലാണിത്. ഞാൻ ഇന്നിവിടെ എത്തിയിരിക്കുന്നത് കെരാറ്റിൻ തെറാപ്പി ചെയ്യാനായിട്ടാണ്. അപ്പോ ഇപ്പൊ എന്റെ ഹെയർ ഇങ്ങനാണ്. സോ നമുക്ക് നോക്കാം ആഫ്റ്റർ കെരാറ്റിൻ തെറാപ്പി എന്തായിരിക്കും എന്റെ ഹെയറിന്റെ ലുക്ക് എന്നുള്ളത്. അപ്പൊ ഫസ്റ്റ് ടൈമാണ് ഞാൻ കെരാറ്റിൻ ട്രീറ്റ്മെന്റ് ചെയ്യാൻ പോണത്. ഭയ്യ आपका नाम क्या है भैया? मोनू ആണ്. तो हम स्टार्ट कर रहे हैं ना? मैम क्या कराना है आपको? केराटिन थेरेपी करें. तो केराटिन कराना है मैम, तो सिल्की और स्मूथ टेक्सचर चाहिए. तो मैम इससे पहले कुछ कराया था आपने? नहीं, पहली बार कर रहे हैं. पहली बार कर रहे हैं. तो इससे पहले आपने कभी केराटिन कराया क्या? नहीं, केराटिन नहीं किया है. नहीं कराया ना? ठीक है, तो आप हम स्टार्ट करते हैं आपको केराटिन. അപ്പോൾ കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഹെയർ വാഷാണ്. അപ്പോൾ നമ്മുടെ തലമുടിയിലും സ്കാൽപ്പിലും ഒക്കെയുള്ള അഴുക്ക് നന്നായിട്ട് അവർ മാറ്റി നല്ലതായിട്ടൊരു ഷാംപൂ വാഷാണ് ചെയ്തു തരുന്നത്. ഇത് 2-3 സ്റ്റെപ്പായിട്ടാണ് നമുക്ക് ഈ ഒരു കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് നടത്തുന്നത്. അപ്പം നമുക്ക് 2 പ്രാവശ്യം വരേണ്ട വരും. അപ്പോൾ ഫസ്റ്റ് ഡേ ഇതുപോലെ വന്നിട്ട് ഒരു 3 to 4 hours എങ്കിലും നമുക്ക് ഫസ്റ്റ് ഡേ എടുക്കും, സലൂണിൽ തന്നെ ഇരിക്കേണ്ടി വരും. പിന്നെ ആഫ്റ്റർ 2 days കഴിഞ്ഞിട്ടാണ് അവർ വീണ്ടും വിളിക്കുന്നത്. അപ്പം ഫസ്റ്റ് ഡേയിൽ ഇതുപോലെ ഹെയർ വാഷിന് ശേഷം ബ്ലോ ഡ്രൈ ചെയ്യുന്നുണ്ട്. ബ്ലോ ഡ്രൈ ചെയ്തതിന് ശേഷമാണ് കെരാറ്റിൻ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ബ്ലോ ഡ്രൈ ഒക്കെ കഴിഞ്ഞിട്ട് മുടി ചെറിയ ചെറിയ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് വെക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഓരോ ചെറിയ ചെറിയ പാർട്സും എടുത്തിട്ടാണ് കെരാറ്റിൻ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഈ കെരാറ്റിൻ നമ്മൾ വീട്ടിൽ അപ്ലൈ ചെയ്യുന്നത് ഒരുപാട് ശ്രദ്ധിക്കണം കേട്ടോ. ഇതുപോലെ ഗ്ലൗസൊക്കെ യൂസ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് കണ്ടോ, കുറച്ച് മുടി എടുത്തിട്ട് നന്നായിട്ട് ഈ കെരാറ്റിൻ ഇതിലേക്ക് തേച്ച് നല്ല പിടിപ്പിക്കുകയാണ്, നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുകയാണ്. സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യില്ല.
അപ്പോൾ കെരാറ്റിൻ അപ്ലൈ ചെയ്ത ഒരു 1 ഹവറിന് ശേഷം വീണ്ടും ഹോട്ട് അയണിങ് ചെയ്യുവാണ്. അപ്പോൾ നല്ല ഒരു ഹോട്ട് അയണിങ് ആണ് ചെയ്യുന്നത്. നമ്മുടെ ഈ കെരാറ്റിൻ ഹെയറിലേക്ക് കുറച്ചുകൂടെ ഒന്ന് ഫിക്സ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ആണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മുടി ഫുൾ ഇപ്പോൾ കെരാറ്റിൻ കൊണ്ട് കോട്ട് ചെയ്ത് ഒരു ലെയർ പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ഹോട്ട് അയണിങ് കുറേ സമയം എടുക്കും. ഒരു കുറച്ച് മുടി വീതമാണല്ലോ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു അയണിങ് കുറേ സമയം എടുത്തു. അതിനുശേഷം നമ്മുടെ മുടി എന്താ പറയുക, ഭയങ്കര നല്ല സ്ട്രെയിറ്റ് ആൻഡ് സ്മൂത്ത് ആൻഡ് സിൽക്കി ആവും. അപ്പോൾ ഇപ്പം നമുക്ക് മുടി നമ്മൾ ഫോൾഡ് ചെയ്യാൻ പറ്റില്ല. ഇതുപോലെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഇടണം. ഫോൾഡ് ചെയ്യുകയോ നനയ്ക്കാനോ ഒന്നും പാടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആഫ്റ്റർ 2 days ഫസ്റ്റ് വാഷ് ഇവർ ചെയ്തു തരും. സോ ഫൈനൽ ലുക്ക് ഇതാണ്. നല്ല സിൽക്കി ആൻഡ് ഗ്ലോ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ലുക്കാണ് ഹെയറിൻ്റെ ഇഷ്ടപ്പെട്ടതെന്നുള്ളത് താഴെ നിന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എന്തായാലും അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.